கமாண்டாண்டா பார்த்திபன். என்னடா இவ்வளவு வருத்தம்? சப் இன்ஸ்பெக்ടർ ഉണ്ണികൃഷ്ണൻ. ഓ സോറി. ഇനി നിന്റെ പേരിന് മുമ്പിൽ ആ വാല് കാണില്ലല്ലോ. പെണ്ണുപിടിയും കോടതി ലക്ഷ്യവും എല്ലാം കൂടി ആവുമ്പോ തൊപ്പിയും കുപ്പായവും ഒന്നിച്ചു തെറിക്കാൻ ഇത് തന്നെ ധാരാളം. ഗുഡ്. എന്താടാ ഉണ്ണികൃഷ്ണ, കൂടെ കാക്കിയിട്ട് ഇറങ്ങിയവൻ തന്നെ നിനക്കിട്ട് പണിതുമല്ലേ? അത്രേ ഉള്ളടാ ഈ കാക്കി. പക്ഷേ അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാടാ, ഈ പാർത്ഥിപൻ. അവന്റെ സർവീസില് ഇവിടുന്ന് അങ്ങോട്ട് റിട്ടയർമെന്റ് കാലം വരെ വാങ്ങാനുള്ള ശമ്പളവും അതിന്റെ പലിശയും ചേർത്ത് ഒരുമിച്ചങ്ങ് കൊടുത്തു തീർത്തു ഞാൻ. 40 കൊല്ലം കാട് ഭരിച്ച കാട്ടുകളനായ തന്തയുടെ തലയ്ക്ക് കേരളവും കർണാടകവും തമിഴ്നാടും ഒരുമിച്ച് വില പറഞ്ഞപ്പോ അതിന്റെ മാർക്കറ്റ് വാല്യൂ ഏതാണ്ട് 5 കോടിയോളം എത്തിയപ്പോ ഉറങ്ങിക്കിടന്ന തന്തയുടെ തല വെട്ടിയെടുത്ത് 16ാമത്തെ വയസ്സിൽ ആ പണം കൈപ്പറ്റി തുടങ്ങിയവനാ ഞാൻ. ആ എന്നോട് ജയിക്കാൻ നിന്നെ ഉണ്ടാക്കി നിന്റെ തന്ത പോലും പോരടാ. ഇത്ര ധൃതി വേണ്ട ഉണ്ണികൃഷ്ണ. എന്റെ ആൾക്കാരെ തല്ല് ജയിച്ച് നീ ആ മലയിറങ്ങിയപ്പോ ഞാൻ നിനക്കൊരു സമയം മാറ്റി വെച്ചിരുന്നു. അത് നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ കുടുംബത്തിനും കൂടി വേണ്ടിയാ. ഒരിക്കൽ ഞാൻ നിന്നോടൊരു ഗുഡ് ബൈ പറഞ്ഞതാ, നിന്റെ മരണത്തിലേക്ക്. അത് നടക്കാത്ത സ്ഥിതിക്ക് നമുക്ക് കാണാം. See you again and again. Hello. Hi. Bye. Bye, madam. Bye. പുല്ലേ, നീയാണ് തന്തയ്ക്ക് പറക്കാത്ത ഉണ്ണികൃഷ്ണന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നവളല്ലേ? അതുകൊണ്ട് ആദ്യം നിന്നെ അങ്ങ് ഫിനിഷ് ചെയ്തേക്കാൻ എന്റെ ബോസിന്റെ ഓർഡർ.
എന്നെ എന്റെ കുടുംബത്തിനെ ഇല്ലാതാക്കി കാണാൻ അങ്ങനെ ഒരുത്തന്റെ കയ്യിൽ നിന്ന് നീയൊക്കെ കൊട്ടേഷൻ വാങ്ങിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെയൊക്കെ ശവം കണ്ടിട്ടേ ഉണ്ണികൃഷ്ണൻ തുടങ്ങും. കൊന്നുകളയും ഞാൻ കൊലയാടി മോനെ. ഇങ്ങോട്ട് ഇറങ്ങണം. ഉണ്ണി നിർത്താനാ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ കാക്കിയിട്ടത് അന്തസ്സായിട്ട് ജോലി ചെയ്യാനാ. അതിന് സമ്മതിക്കില്ലെങ്കിൽ കൊന്ന് തള്ളും ഞാൻ ഈ നായിന്റെ മക്കളെ. ഏട്ടൻ പോയിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. നോക്കി നിൽക്കാതെ ഇവനെ പിടിച്ച് വണ്ടി കേട്ടോ. ഏട്ടനല്ല, ഹെഡ് കോൺസ്റ്റബിൾ രാമകൃഷ്ണൻ. ചേക്കുട്ടി, ഇവനെ പിടിച്ച് വണ്ടി കേറ്റ്. ഈ ചെറ്റ ചത്തൊടുങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ആശുപത്രി കൊടുക്കും. ശശി, നീ ഒരു ഓട്ടോ പിടിച്ച് ഈ കുട്ടിയെ വീട്ടിലെത്തി. ഇന്ന് നീ ഇവിടെ കിടന്നാ മതി. വീട്ടിലോട്ട് വിളിച്ചാൽ വരില്ലല്ലോ. അങ്ങാടിയിൽ ഇറങ്ങി തല്ലാനും കൊല്ലാനും നടക്കുന്നവന്റെ സ്ഥാനം ഇതിന് കത്താ. നിങ്ങൾ എന്ത് ഭ്രാന്താണ് കാണിക്കണേ? കാര്യം സസ്പെൻഷനിലാണെങ്കിൽ മൂപ്പര് ഇവിടുത്തെ SI എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ചേക്കുട്ടി, ഓ, അവൻ എന്താ വേണ്ടെന്ന് വെച്ച് വാങ്ങിക്കൊടുത്തേ. ഇതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. മൂപ്പർക്ക് തലപ്പിരാന്ത് കയറി ഓരോന്ന് കാട്ടിക്കൂട്ടണ. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയാട്ടെ. വേണ്ട ചേക്കുട്ടിക്ക, ആ ഏട്ടന്റെ മനസ്സ് എനിക്കറിയാം. പുറത്തിറങ്ങിയാൽ ഞാൻ ആരെങ്കിലും തല്ലിക്കൊല്ലുമെന്നുള്ള പേടിയാ ആ കാണിക്കുന്ന മുഴുവൻ. ഇതിനകത്താകുമ്പോ ഇന്നൊരു രാത്രിയെങ്കിലും മനസമാധാനമായിട്ട് കിടന്നുറങ്ങുമല്ലോ ആ പാവം. ഞാനിവിടെ കിടന്നോളാം. ആരാ? ഞാനാ ആ മരുമോൻ കൊണാപ്പ